ഇനിയിപ്പോൾ നമ്മൾ ചിറയൻകീഴിലേക്ക് പോവുകയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചിറയൻകീഴിൽ പുതുമുഖത്തെ സ്ഥാനാർത്ഥിയാക്കാനാണ് CPI-യുടെ നീക്കം. ചിറയൻകീഴ് സീറ്റിൽ ഇത്തവണ വി ശശി സ്ഥാനാർത്ഥിയാവില്ല. പകരം മനോജ് ഇടമനയെ സ്ഥാനാർത്ഥിയാക്കാനാണ് തീരുമാനം. 3 ടേം പൂർത്തിയായതിനാലാണ് വി ശശിയെ മാറ്റുന്നത്. സനിസയാണ് വിവരങ്ങളുമായി നമുക്കിപ്പം തിരുവനന്തപുരത്ത് തത്സമയം ചേർത്തത്. സനിസ, ഗുഡ് മോർണിംഗ്. 2016 മുതൽ വി ശശി ചിറയൻകീഴിന്റെ സാന്നിധ്യമായി ഉണ്ട്. സംവരണ മണ്ഡലമാണ്. അപ്പോൾ ഇത്തവണ ശശിക്ക് പകരം മറ്റൊരു മുഖത്തെ നിർത്താൻ CPI തീരുമാനിക്കുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? വെരി ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. ഇത്തരത്തിൽ CPI-യുടെ കരുത്തുറ്റ കോട്ടയാണ് ചിറയൻകീഴ്. നമുക്കറിയാം, കഴിഞ്ഞ 3 നിയമസഭാ മണ്ഡല തെരഞ്ഞെടുപ്പുകളിലും CPI-യുടെ വി ശശിയാണ് അവിടെ നിന്ന് ജയിച്ചു വന്നത്. ഇപ്പോൾ വി ശശിയുടെ 3 ടേമും കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. CPI സംബന്ധിച്ചിടത്തോളം 3 ടേം കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കണമെന്ന കർശനമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചു വരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മനോജ് ഇടമന എന്ന CPI-യുടെ പുതുമുഖത്തെ ഇറക്കാൻ വേണ്ടി CPI-യുടെ തീരുമാനം എടുത്തത്. ഇത്തരത്തിൽ സംവരണ മണ്ഡലമായതുകൊണ്ട് തന്നെ മനോജ് ഇടമന എന്ന ഒറ്റപ്പേരിലേക്ക് CPI-യുടെ തീരുമാനം എത്തുകയായിരുന്നു. 90% മനോജ് ഇടമന ആയിരിക്കും മത്സര രംഗത്ത് ചിറയൻകീഴ് ഉണ്ടാകുക. 10% മാത്രമാണ് വി ശശി വീണ്ടും മത്സരിക്കാനുള്ള സാധ്യതയുള്ളത്. ഇത്തരത്തിൽ 2011-ലാണ് CPI-യുടെ വി ശശി ഈ മണ്ഡലം തിരിച്ചുപിടിക്കുന്നത്, UDF-ൽ നിന്ന് മണ്ഡലം തിരിച്ചുപിടിക്കുന്നത്. 10,838 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു അന്നത്തെ അജിത് കുമാറിനോട്, UDF-ന്റെ അജിത് കുമാറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മണ്ഡലം തിരിച്ചുപിടിക്കുന്നത്. പിന്നീട് വി ശശിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 2016-ലും 2021-ലും 14,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയം. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ എന്നും CPI-ക്കൊപ്പം നിന്ന മണ്ഡലമാണ് ചിറയൻകീഴ്. മനോജ് ഇടമന എന്ന പുതുമുഖം വരുമ്പോൾ തന്നെ എന്തുകൊണ്ട് മനോജ് ഇടമന? കാരണം വി ശശിക്ക് കഴിഞ്ഞ 3 പ്രാവശ്യത്തെയും വിജയമുണ്ട്, വിജയത്തിന്റെ അടിസ്ഥാനമുണ്ട്. മറ്റ് CPI-യിൽ നിന്നൊക്കെ വിജയിച്ച MLA-മാർ മത്സരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷേ എന്താണ് ഈ മനോജ് ഇടമനയുടെ പൊളിറ്റിക്കൽ ജേണി എന്ന് പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ടും വി ശശിക്ക് പകരക്കാരനാകാൻ പറ്റിയ ഒരാളാണ് മനോജ് ഇടമന എന്ന് നമുക്ക് മനസ്സിലാകും. കാരണം ഇപ്പോൾ നിലവിൽ CPI-യുടെ സംസ്ഥാന കൗൺസിൽ അംഗമാണ്. പക്ഷേ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നിന്ന് തുടങ്ങി അവിടെ നിന്ന് പ്രവർത്തിച്ചു വന്ന് ഇപ്പോൾ CPI-യുടെ കർഷക തൊഴിലാളി സംഘടനയുടെ ജില്ലാ തലപ്പത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാന തലപ്പത്ത് സുപ്രധാനമായിട്ടുള്ള ഒരു സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണ്. കൂടാതെ ദളിത് അവകാശ സമിതിയുടെ അഖിലേന്ത്യാ സമിതിയുടെ ദേശീയ തലത്തിൽ വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുകയാണ്. സംസ്ഥാന തലത്തിൽ ജനറൽ സെക്രട്ടറിയാണ്. അത്തരത്തിൽ രാഷ്ട്രീയമായി വലിയ രീതിയിൽ CPI-യുടെ ഓരോ സംഘടനകളിലും വലിയ സ്ഥാനമാനങ്ങളിൽ പ്രവർത്തിക്കുന്നത് മാത്രമല്ല, താഴെത്തട്ടിൽ നിന്ന് ഒരുപാട് വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരുപാട് സമരങ്ങളിൽ പങ്കെടുത്ത് അതിനുവേണ്ടി വിദ്യാഭ്യാസ നയങ്ങൾക്ക് അടക്കം വേണ്ടി പോരാടിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അത്തരത്തിലൊരു രാഷ്ട്രീയ ചരിത്രമുണ്ട്. കൂടാതെ പഞ്ചായത്ത് അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് സിറ്റിംഗ് കമ്മിറ്റി അംഗമായിരുന്നു. അത്തരത്തിൽ ചിറയൻകീഴിനെ സംബന്ധിച്ചിടത്തോളം ചിറയൻകീഴിന്റെ ഒരു പൊളിറ്റിക്കൽ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ വളരെ ജനപിന്തുണയുള്ള ഒരു വ്യക്തിയാണ് മനോജ് ഇടമന. എന്തുകൊണ്ടും വി ശശിക്ക് പറ്റിയ ഒരു പകരക്കാരൻ എന്ന് പറയാം. ചിറയൻകീഴിലെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ജനകീയനായ ഒരു നേതാവ്, വി ശശിക്കൊപ്പം തന്നെ ജനകീയനായ ഒരു നേതാവ് എന്ന് തന്നെ മനോജ് ഇടമനയെ പറയാം. മറ്റ് രാഷ്ട്രീയ വശങ്ങൾ കൂടി പരിശോധിക്കുകയാണെങ്കിൽ രസകരമായ ഒരു കാര്യം, വരുന്ന ചർച്ചകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ചിറയൻകീഴ് പുതുമുഖങ്ങളുടെ ഒരു മത്സരമായിരിക്കും നടക്കുക. നമുക്ക് കോൺഗ്രസിനെ പറ്റി നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും മാറി ആളുകളെ നിർത്തിയാണ് പരീക്ഷിച്ചത്. പക്ഷേ 3 പ്രാവശ്യവും തോൽവിയായിരുന്നു. ഇപ്രാവശ്യം ഒരു പുതുമുഖത്തെ, യുവാക്കളെ നിർത്തുമെന്ന് മുൻപേ തന്നെ, യുവാക്കൾക്ക് അവസരം നൽകുമെന്ന് മുൻപേ തന്നെ കോൺഗ്രസിൽ നിന്ന് പ്രഖ്യാപനമുണ്ടായിരുന്നു. ഒരു പുതുമുഖമായിരിക്കും, അതും ഒരു യുവനിരയിൽ നിന്ന് ഒരാളായിരിക്കും കോൺഗ്രസിൽ നിന്ന് ചിറയൻകീഴ് മത്സരിക്കുക എന്ന വിവരമാണ് ലഭിക്കുന്നത്. BJP-യുടെ പാളയത്തിലേക്ക് വരികയാണെങ്കിൽ ഡെപ്യൂട്ടി മേയറായിട്ടുള്ള ആശാനാഥ് ചിറയൻകീഴ് മത്സരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുമുഖമായി അരങ്ങേറ്റം കുറിക്കുമെന്ന വിവരമാണ് ലഭിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ചിറയൻകീഴ് പുതുമുഖങ്ങളുടെ ഒരു പുതുമുഖങ്ങൾ നിറഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയാകാൻ പോകുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് ചിറയൻകീഴായിരിക്കുമെന്നാണ് ഇപ്പൊ സനിസ പറയുന്നത്. മാത്രമല്ല ഇപ്പൊ നമ്മള് CPI-യുടെ കാര്യമാണ് പറഞ്ഞ ഇപ്പം വി ശശി എന്ന് പറഞ്ഞാൽ ചിറയൻകീഴിന്റെ ഒരു മുഖമാണ് വി ശശി. അപ്പം വി ശശിയെ ഇത്തവണ സ്ഥാനാർത്ഥിയാക്കില്ല, പകരം മനോജ് ഇടമനയെ സ്ഥാനാർത്ഥിയാക്കാനാണ് നിലവിലെ തീരുമാനം.